സംസ്ഥാനത്ത് പനി ബാധിച്ചവരുടെ എണ്ണം ഉയരുമ്പോഴും കണക്കുകൾ പുറത്തുവിടാതെ സർക്കാർ. ജൂലൈ 1 മുതൽ സംസ്ഥാനത്തെ പകർച്ചവ്യാധി കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. ജൂൺ 30-നാണ് പകർച്ചവ്യാധികൾ പിടിപെട്ടവരുടെ കണക്കുകൾ ഒടുവിലായി പ്രസിദ്ധീകരിച്ചത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? കുറച്ച് ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്ത് പനി വ്യാപനം വളരെ കൂടുതലാണ്. ജൂൺ മാസത്തിൽ H1N1 പനി, അതോടൊപ്പം തന്നെ എലിപ്പനി, ഡെങ്കിപ്പനി അടക്കമുള്ള നിരവധി ജ്വരങ്ങളാണ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മഞ്ഞപ്പിത്തവും പടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വിവിധ പ്രശ്നങ്ങളുമായി ആശുപത്രിയിൽ സമീപിക്കുന്നവരുടെ എണ്ണവും അതുപോലെ വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ കണക്കുകൾ പ്രകാരം ജൂൺ 30-ന് തന്നെ ഏകദേശം 5000 പേരാണ് പനിയുമായി ബന്ധപ്പെട്ട ചികിത്സ തേടിയത്. സംസ്ഥാനത്തുടനീളം പലർക്കും വലിയ വ്യാപകമായ രോഗവ്യാപനം അറിയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് പനി വിവര പട്ടിക ജൂലൈ 1 മുതൽ ലഭിക്കാത്ത ഒരു സാഹചര്യമുള്ളത്. ഇതിൻ്റെ ഔദ്യോഗിക കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ കേരള സർക്കാരുടെ ആരോഗ്യവകുപ്പിൻ്റെ സൈറ്റിൽ ഇപ്പോൾ ജൂൺ 1 മുതലുള്ള പനി വിവര പട്ടിക ലഭിച്ചിട്ടില്ല. ജൂൺ 30 വരെയാണ് ഈ വിവരങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായൊരു കണക്ക് വരാത്തത് എന്തുകൊണ്ടെന്നുള്ളൊരു ഔദ്യോഗിക വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സംസ്ഥാനത്ത് പനി വ്യാപനം ഉയർന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഈ കണക്കുകൾ പുറത്തുവിടാത്തത് വലിയൊരു അവ്യക്തതയാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം ശരിക്കും അടിയന്തര പ്രമേയമായി തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇത് ഉന്നയിച്ചിരുന്നു. അത് സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു വിഷയം തന്നെയാണ്. അതിന് സർക്കാർ കൃത്യമായ മറുപടി നൽകിയത്. ഇത്തരത്തിലുള്ള പനി വ്യാപനത്തിനെ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലൂടെയാണ് നേരിടുന്നത്. അതോടൊപ്പം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ മോശമായി നടന്നുകൊണ്ടിരുന്നുവെന്ന് പ്രതിപക്ഷം ഉന്നയിച്ചു. അത് മഴക്കാലത്ത് കൃത്യമായി പ്രവർത്തനം നടക്കുന്നു, രോഗവ്യാപനം തടയാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എന്നടക്കമുള്ള വിവിധ വിഷയങ്ങളിലുള്ള മറുപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുള്ളത്, ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം ജൂലൈയിൽ രോഗകണക്ക് കുത്തനെ ഉയരാൻ സാധ്യതയെന്നും നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ജൂലൈയിലെ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിടാത്തത് വലിയൊരു പ്രശ്നമായി തന്നെയാണ് കണക്കാക്കുന്നത്. ഏതായാലും മെയ് മാസത്തെ അപേക്ഷിച്ച് 4 ഇരട്ടിയും 2 ഇരട്ടിയുമാണ് വിവിധ പനികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജൂണിൽ. അതുകൊണ്ട് ജൂലൈയിലും ഉയരുമെന്നുള്ള സാധ്യത കണക്കിലെടുത്താൽ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ 4-ാം ദിവസമാകുമ്പോഴും ഇതിൻ്റെ വിവര പട്ടിക പുറത്തുവിടാത്തത്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. മഞ്ഞപ്പിത്ത രോഗ പ്രതിരോധം, ശുചീകരണ പ്രവർത്തനങ്ങളിലടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ വകുപ്പിന് നേരെ ഉയർത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിടാതെ സർക്കാർ നിൽക്കുന്നത്. എന്തായിരിക്കും ഇത്തരത്തിലൊരു കണക്കുകൾ പുറത്തുവിടാത്തത് സർക്കാർ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ടോ? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗികമായൊരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൻ്റെ ഒരു വിവരണമോ ലഭിച്ചിട്ടില്ല. ആരോഗ്യ വകുപ്പിൻ്റെ നിന്നുള്ള ഒരു വിശദീകരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ കണക്കുകൾ എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തതെന്നടക്കമുള്ള, അതായത് ജൂലൈ 1 മുതൽ 4-ാം തീയതി വരെ ആയിട്ടും ഇതുവരെ 3 ദിവസത്തെ പ്രധാനപ്പെട്ട കണക്കുകളാണ് വരേണ്ടിയിരുന്നത്. ജൂണിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള രോഗവ്യാപനം പലയിടത്തും റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ 30-ാം തീയതി വരെയുള്ള കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എത്തരത്തിലാണ് രോഗവ്യാപനം, എങ്ങനെയാണ് പ്രതിരോധം ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കോ ഒരു വകുപ്പിനോ അത് വേണ്ട രീതിയിലുള്ള ഒരു അറിവില്ല. അതുകൊണ്ട് തന്നെ ഇത് കാര്യമായി പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെ, ഇത് ഗൗരവമായി കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഓരോ ദിവസം വലിയ രോഗവ്യാപനമാണ്. 29-ാം തീയതിയുടെ കണക്ക് തന്നെ നോക്കുമ്പോൾ പനിയുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏകദേശം നിരവധി ആളുകൾ, അതായത് ഏകദേശം ഒരു 10,000-ത്തിലധികം ആളുകളാണ് ചികിത്സ തേടിയത്. അതിൽ തന്നെ നിരവധി ആളുകൾക്ക് രോഗസ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അടുത്ത 5,000-ത്തിലധികം ആളുകളാണ് 30-ാം തീയതി വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ അതേപോലെ തന്നെ ചികിത്സ തേടിയവരുടെ എണ്ണവും അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണവും വളരെയധികം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഇതുവരെയും ഒരു വിശദീകരണം വന്നിട്ടില്ല. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം ഉയരുമ്പോഴും കണക്കുകൾ പുറത്തുവിടാതെ സർക്കാർ. ജൂലൈ 1 മുതലുള്ള പകർച്ചവ്യാധി വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കണക്കുകൾ ഒടുവിലായി പ്രസിദ്ധീകരിച്ചത് ജൂൺ 30-നാണ്.